BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റിന്റെ പൈതൃകവും സമകാലീന കലയും സമന്വയിപ്പിച്ച മൊഹറക് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പിന് തുടക്കമായി. വൈവിധ്യവും അതുല്യവുമായ ദൃശ്യാനുഭവങ്ങളിലൂടെ മൊഹറക്കിന്റെ ചൈതന്യവും സമ്പന്നമായ ചരിത്രവും പ്രതിഫലിപ്പിക്കുന്ന സൃഷ്ടികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ബഹ്റിന്റെയും അന്തർദേശീയ കലാകാരന്മാരുടെയും വിപുലമായ പങ്കാളിത്തം ഈ വർഷം ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ എക്സിബിഷനുകളും സാംസ്കാരിക ടൂറുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ള ഫെസ്റ്റിന് ആയിരക്കണക്കിന് സന്ദർശകരാണ് ആദ്യ ദിവസങ്ങളിലെത്തിയത്. ഫെസ്റ്റിവൽ എല്ലാ ദിവസവും ഡിസംബർ 30 വരെയും ഞായർ മുതൽ ബുധൻ വരെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയും വ്യാഴം മുതൽ ശനി വരെ വൈകുന്നേരം 5 മണി മുതൽ അർദ്ധരാത്രി വരെയും തുടരും. കല, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കൊപ്പം സംഗീത സായാഹ്നങ്ങൾ, കലാപ്രകടനങ്ങൾ, ബഹ്റൈനി അന്തർദേശീയ വിഭവങ്ങൾ അവതരിപ്പിക്കുന്ന പാചകമേളകൾ എന്നിവ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്നു. കൂടാതെ ആദ്യമായി പോളിംഗ് പാതയിലെ എല്ലാ വീടുകളും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യും. ലോക ബ്രവ് MMA ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 15 ബഹ്റൈനിൽ നടക്കും. ഇന്ത്യൻ MMA താരം ഇഫ്തിഷാം അൻസാരി ബ്രവ് CFന്റെ ഫ്ലൈ വെയ്റ്റ് ഡിവിഷനിൽ അരങ്ങേറ്റം കുറിക്കും. പാകിസ്ഥാന്റെ അക്ബ് അവാനുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഈ മത്സരം ഏറെ ശ്രദ്ധേയമായിരിക്കും. 8 വർഷം മുൻപാണ് ബ്രേവ് ചാമ്പ്യൻഷിപ്പ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആയോധന കലയായ MMA പ്രഖ്യാപിക്കപ്പെട്ടത്. ഇപ്പോൾ 90 ഇവന്റുകളിലായി 35 രാജ്യങ്ങളിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ഇവന്റുകൾ സ്ഥാപിച്ചു. ഭാവിയിൽ ഒളിമ്പിക് അംഗീകാരം കൂടി നേടുക എന്ന ലക്ഷ്യത്തിലാണ് ബ്രേവ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മനാമയിലെ ശ്രീനാഥ്ജി ക്ഷേത്രം സന്ദർശിച്ചു. മനാമയിലെ 200 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രം സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദീർഘകാലമായുള്ള ഇന്ത്യ ബഹ്റൈൻ സൗഹൃദത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് ദിവസവും വിമാനങ്ങളില്ലാത്ത വിഷയത്തിൽ ബഹ്റൈൻ ഇൻഡിഗോ അധികൃതർക്ക് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി നിവേദനം നൽകി. കേരളത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന എയർപോർട്ട് എന്ന നിലയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര എളുപ്പമാകുന്ന വിമാനത്താവളമാണ് കൊച്ചി. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അടിയന്തരമായി നാട്ടിലേക്ക് യാത്ര പോവേണ്ടവർക്കും മറ്റും ദിവസവും വിമാനമുണ്ടായുള്ള ഗുണങ്ങളെക്കുറിച്ച് ഇൻഡിഗോ അധികൃതരെ ബോധ്യപ്പെടുത്തിയതായും IYCC നേതാക്കൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച ഇന്ത്യൻ അംബാസഡർക്കും സംഘടന നിവേദനം കൊടുത്തിരുന്നു. വിഷയത്തിൽ അനുഭാവപൂർവ്വമായ ഇടപെടൽ ഉണ്ടാവുമെന്നും ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവരാണ് ഇൻഡിഗോ ജനറൽ മാനേജർ ഫൈഹ ഔവാൻ, സെയിൽസ് മാർക്കറ്റിംഗ് മാനേജർ റിയാസ് മുഹമ്മദ് എന്നിവർക്ക് നിവേദനം നൽകിയത്. BKS ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് ഫിലിം ക്ലബ്ബ് അവാർഡ് ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അനന്തപത്മനാഭനും മുൻ നിയമസഭാ സാമാജികനായ സത്യൻ മുഖേരിയും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ നായർ, ഫിലിം ക്ലബ് കൺവീനർ അരുൺ R. പിള്ള, ബുക്ക് ഫെസ്റ്റ് കൺവീനർ ഹരീഷ് നായർ, ജോയിന്റ് കൺവീനർ അഭിലാഷ് വെള്ളുക്കായ്, സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, എഴുത്തുകാരൻ ആദർശ് മാധവൻകുട്ടി, ഫിലിം ക്ലബ് അംഗങ്ങളായ രവി R. പിള്ള, വിജിന സന്തോഷ്, അജയ് P. നായർ, ശ്രീവിദ്യ വിനോദ്, ആൻഡോ PA തുടങ്ങിയവർ പങ്കെടുത്തു. 10 മിനിറ്റ് വരെ പരമാവധി ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രങ്ങളാണ് മേളയിലേക്ക് പരിഗണിക്കുക. വിദഗ്ധ ജൂറി തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് മികച്ച ചിത്രം, രചന, സംവിധാനം, ഛായാഗ്രഹണം, ചിത്ര സംയോജനം, സംഗീതം, നടൻ, നടി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ അവാർഡുകളും പ്രശസ്തി പത്രവും ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും. എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 31. കൂടുതൽ വിവരങ്ങൾക്ക് 34020650 എന്ന നമ്പറിലോ 39720030 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പ്രവാസികളുടെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട എയർ സേവാ പോർട്ടൽ പ്രശ്നം പരിഹരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കവെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചത്. വിമാനയാത്രക്കാരുടെ പ്രശ്നപരിഹാരത്തിനായി വ്യോമയാന മന്ത്രാലയം നേരിട്ട് നടത്തുന്ന എയർ സേവാ പോർട്ടൽ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കാര്യക്ഷമമല്ലെന്നും അടുത്തിടെയുണ്ടായ വ്യാപകമായ ഫ്ലൈറ്റ് ക്യാൻസലേഷനുകളെ തുടർന്ന് റീഫണ്ടും കോമ്പൻസേഷനും മറ്റും കിട്ടുന്നതിന് എയർ സേവാ പോർട്ടൽ സഹായകരമായെന്നും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ അടിയന്തര നടപടി സ്വീകരിക്കുവാനായി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവർ കഴിഞ്ഞ സെപ്റ്റംബർ 27 ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനായി പ്രവാസി ലീഗൽ സെൽ ഡൽഹി ഹൈക്കോടതിയെ കോടതി അലക്ഷ്യ ഹർജിയുമായി സമീപിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ തീരുമാനം കോടതിയെ അറിയിച്ചത്. എയർ സേവാ പോർട്ടലിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും കൂടുതൽ ശ്രദ്ധയോടെയും ഉയർന്ന മേൽനോട്ടത്തിലൂടെയും പോർട്ടൽ ഇപ്പോൾ സുശക്തമാണെന്നും വ്യോമയാന മന്ത്രാലയം പറയുന്നു.
പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരത്തിനായി കൂടുതൽ നടപടികൾ എടുത്തുവരുന്നതായും എയർ സേവാ പോർട്ടൽ നിലവിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായും വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഡൽഹി ഹൈക്കോടതി ഇടപെടലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയ നടപടികളും സ്വാഗതം ചെയ്യുന്നതായും പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തുടർന്നും ഇടപെടലുകൾ നടത്തുമെന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവും ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനെല്ലത്ത്, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ TN കൃഷ്ണകുമാർ, അബുദാബി ചാപ്റ്റർ അധ്യക്ഷൻ ഡോക്ടർ ജയ്പാൽ ചന്ദ്രസേനൻ, UK ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് സോണിയ സണ്ണി എന്നിവർ പത്രക്കുറിപ്പിൽ പറഞ്ഞു. 78ാമത് ജന്മദിനം ആഘോഷിക്കുന്ന കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സിലൂടെയാണ് നരേന്ദ്രമോദി സോണിയാഗാന്ധിക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീമതി സോണിയാഗാന്ധിക്ക് ജന്മദിനാശംസകൾ. അവരുടെ ദീർഘായുസ്സിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷയായി തുടർന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. എന്നാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ജന്മദിനാഘോഷങ്ങൾ പാടില്ലെന്നും സോണിയാഗാന്ധി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ രാജ്യസഭാ MPയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷയുമാണ്. കേരള സംസ്ഥാന കലോത്സവ വിവാദത്തിൽ നടിക്കെതിരായ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കലോത്സവ നൃത്തത്തിന് നടി 5 ലക്ഷം പ്രതിഫലമായി ചോദിച്ച പരാമർശമാണ് പിൻവലിച്ചത്. സംസ്ഥാന കലോത്സവത്തിന് മുൻപ് വിവാദത്തിന് താൽപ്പര്യമില്ല. കുട്ടികൾക്ക് വിഷമമുണ്ടാകരുത്. വിഷയത്തിൽ ഇനി ചർച്ചയില്ല. സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തിനായി ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവത്തിന്റെ നൃത്താവിഷ്കാരം ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും പ്രമുഖ നടിയോട് 7 മിനിറ്റുള്ള നൃത്തം ചിട്ടപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനൊപ്പമുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ 5 ലക്ഷം രൂപ നടി പ്രതിഫലം ചോദിച്ചെന്നായിരുന്നു V. ശിവൻകുട്ടിയുടെ വിമർശനം. കലോത്സവ വേദികളിലൂടെ വളർന്ന് ചലച്ചിത്ര മേഖലയിൽ പ്രശസ്തയായ താരം കേരളത്തോട് അഹങ്കാരവും പണത്തോട് ആർത്തിയും കാണിച്ചെന്നാണ് മന്ത്രിയുടെ വിമർശനം. കേരളത്തിലെ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റുകളിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. 3 മാസം കൊണ്ട് പരിഷ്കരിച്ച നടപടികൾ പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ കണക്കിലെടുത്താണ് നടപടി. H-ഉം 8-ഉം കൊണ്ട് കൊണ്ട് കാര്യമില്ല. തിയറി പരീക്ഷ വിപുലപ്പെടുത്തും. അതിൽ തന്നെ നെഗറ്റീവ് മാർക്കുകൾ ഉൾപ്പെടുത്തും. ഏത് ജില്ലകളിൽ നിന്ന് വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതിനായി സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു. ആദ്യം വേണ്ടത് സേഫ്റ്റി വെയർ അപ്ഡേഷനാണ്. അതിനുശേഷം ടെസ്റ്റ് എന്ന നിലയിൽ പരീക്ഷിച്ച ശേഷമേ നടപ്പിലാക്കൂ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിൽ ചേർന്ന അവലോകന യോഗത്തിൽ വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.